ഹായ്! എൻ്റെ ഇങ്ങനെയിരുന്ന സ്കിന്നിനെ ഇങ്ങനെയാക്കി മാറ്റിയ ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനുണ്ട്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഹായ്, ഹലോ, ദിസ് ഈസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ നൈറ്റിലത്തെ ഈ റൊട്ടീനാണ് എൻ്റെ സ്കിൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. കാരണം ഞാൻ രാവിലെ അങ്ങനെ ഭയങ്കര സൂപ്പറായിട്ട് ഉള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല. ഒരു നോർമൽ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ രാത്രിയാണ് എൻ്റെ സ്കിൻ റിപ്പയർ ചെയ്യാനും പാടുകളൊക്കെ മാറാനും ഓയിലി സ്കിൻ കൺട്രോൾ ആവാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ രാത്രിയാണ് ചെയ്ത് കൊടുക്കാറ്. ആ സമയത്തായാലും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അപ്പോൾ നമ്മൾ സൺലൈറ്റ് ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല, വേറെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഫേസിൽ നടക്കാനുള്ള ചാൻസ് ഇല്ല. എൻ്റെ ഈ ഒരു രാത്രിയിലത്തെ സ്കിൻ കെയർ റൊട്ടീൻ കൊണ്ട് എനിക്ക് വന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓയിലി സ്കിൻ നന്നായിട്ട് കൺട്രോളായി. എന്ന് വെച്ചാൽ ഞാനിതിൽ ഹോം റെമഡീസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫേസ് പാക്ക് അങ്ങനത്തെ ഉള്ള നാച്ചുറൽ സാധനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്ത് തന്നെയാണ്. പക്ഷേ അതൊന്നും എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നിന് മാറ്റാനായിട്ട് ഒട്ടും സഹായിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒട്ടും സഹായിക്കില്ല. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ഓയിലി സ്കിൻ മാറിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് എന്നാണ് ഇങ്ങനത്തെ കെമിക്കൽ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്, അന്ന് തൊട്ടിട്ട് എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. ഇനി കെമിക്കലാണെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ നാച്ചുറൽ സാധനങ്ങളിലുള്ള കണ്ടൻസും കെമിക്കൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ പരുവം ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ മുന്നേ എനിക്ക് ടീനേജ് പ്രായത്തിൽ വന്ന മൂക്കുരിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്രത്തോളം ഇല്ല. ഒരുപാട് എന്നെ അതിശയിപ്പിച്ച കാര്യം, ഒരുപാട് അത് വ്യത്യാസം വന്നു. പിന്നെ ചിന്ന ഏരിയയിൽ നോക്കുകയാണെങ്കിൽ കൊറോണ ടൈമിൽ വന്ന മാസ്ക് വെച്ചിട്ട് വന്ന മാസ്ക് ആക്നെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി കുറഞ്ഞു. പിന്നെ വലത്തെ സൈഡ് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇടയ്ക്ക് ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും പണി കിട്ടിയത്. മൂക്കുരുവിൻ്റെ പാടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ സഹിച്ചേനെ, പക്ഷേ അത്രയും കുണ്ടും കുഴിയും ആയിപ്പോയി. ഈ ഒരു വലത്തെ സൈഡിൽ മാത്രമാണ് എനിക്കിപ്പോൾ നിലവിൽ നന്നായിട്ട് പാടുകളുള്ളത്. അത് ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കുറച്ച് കളയുമ്പോൾ തനി അങ്ങ് മാറിക്കോളും. പിന്നെ നെറ്റിയിൽ നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഓയിലി സ്കിന്നിൻ്റെ ഒരു തിളക്കമൊക്കെയാണ്. ആ ഒരു ചെറിയ തിളക്കം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഡ്രൈ സ്കിന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം പെട്ടെന്ന് പ്രായമാവും. പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കൈയും ഫേസും വെച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ ഓയിലി സ്കിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. മുഖം നല്ല തിളക്കമുണ്ട്, കയ്യിലാണെങ്കിൽ ഒട്ടും തിളക്കമില്ല. അതുമാത്രമല്ല കൈ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. പിന്നെ കളർ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയാം മുഖവും കൈയും ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. മുഖം സൂക്ഷിക്കും പോലെ കൈ സൂക്ഷിച്ചില്ലെങ്കിൽ കൈയുടെ കളർ വേറെ, മുഖത്തിൻ്റെ കളർ വേറെ ആയിരിക്കും. ഞാൻ എന്തായാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്, ഡെർമാക്കോയുടെ AHA/BHA ഫോമിംഗ് ഫേസ് വാഷ്. മുന്നത്തെ പല വീഡിയോയിലും ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, പിന്നെ സാലിസിലിക് ആസിഡ് ഉണ്ട്. ഓയിലി സ്കിന്നിന് നല്ലതാണ്. ഗ്ലൈക്കോളിക് ആസിഡ് ചെറുതായിട്ടൊരു എക്സ്ഫോളിയേഷനും തരും. ഇതുപോലത്തെ ഫോമിംഗ് ഫേസ് വാഷ് വാങ്ങുന്നതാണ് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത്. പിന്നെ സാലിസിലിക് ആസിഡിൻ്റെ കണ്ടൻറ്റുള്ള ഫേസ് വാഷും ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. കാരണം ബ്ലാക്ക് ഹെഡ്സ് വരത്തില്ല, ഓയിലി സ്കിൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഇതെൻ്റെ 4ാമത്തെ ബോട്ടിലാണ്. ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ബോട്ടിലിൽ ഡേ ആൻഡ് നൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് മസാജ് പോലത്തെ പ്രൊസീജിയറും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിൻ്റെ ചുറ്റിനും കവിളിൽ അവിടെയൊന്നും എനിക്ക് സാഗിങ്ങും ഇല്ല, ചുളിവും കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ള പ്രായമൊന്നും ആയില്ല, എങ്കിലും ചെറുതായിട്ടുള്ളൊരു നമ്മുടെ ഫേഷ്യൽ മസിൽസ് അനങ്ങുമ്പോൾ ഉള്ള ചെറിയ ചുളിവ് വീഴൊക്കെ എല്ലാവർക്കും കാണത്തില്ല, അതൊന്നും എനിക്കില്ല. ഞാനിത് വളരെ പതുക്കെയാണ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ നിങ്ങളാണെങ്കിൽ എന്ത് സാധനം ഫേസിൽ യൂസ് ചെയ്താലും ഇതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മസാജിങ് പ്രൊസീജിയർ കൊടുത്താൽ നന്നായിരിക്കും. നമുക്ക് സ്പെഷ്യലായിട്ട് മസാജൊന്നും ചെയ്യാൻ സമയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാനങ്ങനെ ഗ്വാഷയൊന്നും ചെയ്യാറില്ല, എനിക്കതിന് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ മസാജിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ. എന്തായാലും ഫേസ് വാഷ് സെറമൊക്കെ നല്ലൊരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണമായിരിക്കും നല്ലത്. അത് എങ്ങനെ പോയാലും 6 മാസം വരെയൊക്കെ ഇരിക്കും. ഒരു 500 രൂപ 600 രൂപ കൊടുത്തിട്ട് 6 മാസം വരെ പ്രോഡക്റ്റ് ഇരിക്കുമെങ്കിൽ നമുക്കത് നഷ്ടമൊന്നും വരില്ല. ആ ഒരു സമയം കൊണ്ട് നമ്മൾ പിന്നെയും കാശുണ്ടാക്കിയിട്ട് പിന്നെ അടുത്ത മാസം പോയി വാങ്ങിച്ചാൽ മതിയല്ലോ. അതുവരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫേസ് വാഷ് ഏകദേശം 1 മിനിറ്റ് ഞാൻ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും അത് മുഖത്ത് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഫേസിൽ മേക്കപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇത്രയും സെറം യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസിൽ. അതൊക്കെ കൊണ്ടാണ് എൻ്റെ ഫേസ് നന്നായിട്ട് ചേഞ്ച് ചെയ്തത്, അല്ലാണ്ട് ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ടിട്ടല്ല. ഏകദേശം എല്ലാ സെറവും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ്ലി ഇടാം. ഇപ്പോൾ ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ആ ചുമന്ന ബോട്ടിൽ ഷിറ്റ് ന്യൂട്രിക്സിൻ്റെ ഒരു സെറമാണ്. അത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ്ലി ഇടാം. ഇപ്പം ഞാൻ എന്തായാലും കാണിക്കുന്ന ഓർഡിനറിയുടെ ഈ ഒരു നയാസിനമൈഡ് സെറമാണ്. ഇതാണ് എൻ്റെ ഓയിലി സ്കിൻ കൺട്രോൾ ചെയ്യാൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നയാസിനമൈഡ് പ്ലസ് സിങ്ക് ഉള്ള സാധനം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും ഓർഡിനറിയുടെ ആണെങ്കിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആണ്. ഡെർമാക്കോയുടെ ആണെങ്കിലാണ് ഈ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ
പിന്നെ എനിക്കറിയാം കുറച്ച് പേർക്കൊന്നും ഈ നയാസിനമൈഡ് സ്യൂട്ടാവില്ല എന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നു മിക്ക ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടാവുമായിരിക്കും. എന്തായാലും നിങ്ങൾ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുക. പിന്നെ അതിൽ പരീക്ഷണമൊന്നും നടത്താൻ നിൽക്കേണ്ട. അല്ല നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. റെഗുലർലി അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ താനെ റിസൾട്ട് വന്നോളും. എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു. ഞാൻ ഡെർമാക്കോഡ് ആദ്യം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. പിറ്റേന്ന് തന്നെ എനിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റി. പക്ഷേ ഈ ഓർഡിനറിയുടേത് ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഡിഫറൻസും തോന്നിയില്ല. പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതെൻ്റെ സ്കിന്നിലോട്ട് സ്യൂട്ടാവാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ ലിപ്സ് വന്നിട്ട് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഞാൻ അതിന് പ്രത്യേകിച്ച് കെയർ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ലിപ് ബാം മാത്രം ഇട്ടിട്ട് രാത്രി കിടന്നു തുടങ്ങും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ക്രബും ചെയ്ത് കൊടുക്കും. ലിപ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പറയാം. പിന്നെ ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ജെൽ ടൈപ്പ് അല്ല. ഇതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പകരം ഞാൻ ന്യൂട്രിഡാമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര വിലയാണ്. അതെല്ലാവരെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ട വാങ്ങിച്ച് കംപ്ലീറ്റ്ലി പിഴിഞ്ഞെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ 40 രൂപയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നു. പക്ഷേ ഇതുപോലത്തെ കുറഞ്ഞ മോയ്സ്ചറൈസറൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് ഒന്നും സ്കിന്നിന് അത്ര നല്ലതൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ മോക്കുരു വരാൻ ചാൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് മോക്കുരുവൊക്കെ വരും. പിന്നെ ഇത് ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്. ഇട്ടാൽ ഇങ്ങനെ എണ്ണമയം പോലെ എറിച്ച് നിൽക്കില്ല. സ്കിന്നിൻ്റെ അകത്തോട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇതിട്ടാലുള്ള പ്രയോജനം. അല്ലാണ്ട് നല്ല എഫക്റ്റ് ചെയ്യുന്ന സ്കിന്നിനെ നല്ലതാക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇച്ചിരി പൈസ ഉള്ള മോയ്സ്ചറൈസറിൽ സെബാമണ്ടോ അല്ലെങ്കിൽ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല ബ്രാൻഡ് വാങ്ങണമായിരിക്കും നല്ലത്. എല്ലാം മസാജ് ചെയ്ത് തന്നെയാണ് ഞാൻ എൻ്റെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അതാണ് സ്കിന്നിന് ഏറ്റവും നല്ലത്. പിന്നെ കഴുത്ത് നമ്മൾ വിട്ട് കളയില്ല. കഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അലവേറ ജെല്ലാണ്. എൻ്റെ കഴുത്ത് വന്നിട്ട് ഡ്രൈ ആണ്. ഇതിന് അലവേറ ജെല്ലാണ് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും കഴുത്തിലിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അലവേറ ജെൽ ഇടുന്നതേ ഉള്ളൂ. നല്ലൊരു മോയ്സ്ചറൈസർ ഇടുന്നതായിരിക്കും നല്ലത്. കഴുത്ത് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഇടുന്നതായിരിക്കും നല്ലത്. കഴുത്ത് സ്കിപ്പ് ചെയ്യല്. കാരണം ഏജിങ് ആദ്യം വരുന്നത് കഴുത്തിനാണ്. ചുളിവൊക്കെ പെട്ടെന്ന് വരുന്നത് കഴുത്തിനാണ്. അതുകൊണ്ട് ഭാവിയിൽ ഏജിങ് ആവരുതെന്നുണ്ടെങ്കിൽ കഴുത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം. ഞാൻ ഈ ഇടയ്ക്കാണ് കഴുത്തിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ശീലം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ വ്യത്യാസം എനിക്ക് കാണാനുണ്ട്. കഴുത്തൊക്കെ ഇപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കണുണ്ട്. ഞാൻ മുഖത്തിന് ഒരു മോയ്സ്ചറൈസർ കഴുത്തിന് വേറെ ഒന്നും അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ മുഖവും കഴുത്തും വേറെ വേറെ സ്കിൻ ആയതുകൊണ്ടാണ്. മുഖം ഓയിലിയും കഴുത്ത് ഡ്രൈ ആയതുകൊണ്ടാണ് അതിന് പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാ പ്രോഡക്ട്സും കൂടെ ഏകദേശം 1000-1500 രൂപയ്ക്കുള്ളതുണ്ട്. പക്ഷേ അത്രയൊക്കെ രൂപയ്ക്ക് വേണോ ഒരു 100 രൂപയ്ക്കുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ കമൻസിലൊക്കെ ചോദിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞ പൈസയ്ക്കുള്ള പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആർക്കാനും വേണ്ടി ഓർക്കാനിക്കും പോലെ എന്തെങ്കിലും വലിച്ചേരി മുഖത്തിട്ടിട്ട് ഒരു കാര്യമില്ല. സ്കിൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കണം. സ്കിന്നിൽ ഒരു കാര്യവും വരരുത്, മോക്കുരൊന്നും വരരുതെന്നുണ്ടെങ്കിൽ നല്ല സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേ കാര്യമുള്ളൂ. ഈ നല്ല സാധനം എന്ന് പറയുന്നത് കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 6 മാസം അത് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ ഓഫർ സെയിലൊക്കെ വരുമ്പോൾ വാങ്ങിച്ചാലായിരിക്കും കൂടുതൽ ലാഭമൊക്കെ. എനിക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് കെമിക്കലല്ലേ, ഇത്രയും കെമിക്കലൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം കെമിക്കലാണ്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് കിട്ടാനും അതും കെമിക്കലാണ്. ഇതുപോലുള്ള ബോട്ടിലുള്ള സാധനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കെമിക്കൽസ് മാത്രം ഈ നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ കുപ്പിയിലാക്കി ഇങ്ങ് തരുന്നു. അതുകൊണ്ട് ഫേസിന് വലിയ കേടും ദോഷവും ഒന്നും ഇല്ല. എനിക്ക് പറയാനുള്ളത് ടീനേജുകാരടുത്താണ് ഈ ഒരു പ്രായത്തിൽ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചൊരു തേക്കാൻ തോന്നും. പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം സ്കിൻ നന്നായിട്ട് തൊലയും. അങ്ങനെ അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ഫേസ് വാഷും ഒരു മോയ്സ്ചറൈസറും മാത്രം മതി. സെറം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരു 21 വയസ്സൊക്കെ ആകുമ്പോൾ സെറം സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ സൺസ്ക്രീൻ എന്നും രാവിലെ എല്ലാവരും യൂസ് ചെയ്യണം. റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യണ ഒരാളാണെങ്കിലും ഒരു ദിവസം സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം മുഖം നല്ല ഡള്ളായിട്ടിരിക്കും. ഞാൻ പറയുന്ന നിറത്തിൻ്റെ കാര്യമല്ല, ഒരു ഫ്രഷ് ലുക്ക് കാണത്തില്ല ഫേസിന്. അത് എല്ലാവർക്കും അങ്ങനെയാണ്. അത് വളരെ നോർമലുമാണ്. തലേന്ന് രാത്രി നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ തലേന്ന് വൈകിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മളൊരു ഫ്രഷ് ലുക്കായിട്ട് ഇരിക്കുകയുള്ളൂ. നൈറ്റിൽ സ്കിൻ കെയറും മോർണിംഗിൽ സൺസ്ക്രീനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഞാൻ 4 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ അൾട്ടിമേറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. 4 വർഷമായിട്ട് ഇതേ പ്രോഡക്റ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ മാത്രമേ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. മോയ്സ്ചറൈസർ ഞാൻ ന്യൂട്രിഡേം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ്ലി തീർന്നു. പിന്നെ രണ്ടാമത് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് ഞാൻ അഫോർഡബിൾ മോയ്സ്ചറൈസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മോയ്സ്ചറൈസർ തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ബാക്കിയെല്ലാം മെഡിക്കേറ്റഡ് പോലത്തെ ഗുണങ്ങൾ വരുന്ന സാധനങ്ങളാണ്. എത്ര പൈസ ഇല്ലെങ്കിലും നല്ല സെറത്തിൽ എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അത് നന്നായിട്ട് നിങ്ങളുടെ സ്കിൻ ചേഞ്ച് ചെയ്യും ഉറപ്പായിട്ടും. കാരണം എൻ്റെ സ്കിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറ്റിയത് സെറം എന്ന് പറഞ്ഞ ഒറ്റ സാധനം മാത്രമാണ്. ബാക്കി എല്ലാത്തിനൊക്കെ വേറെ പല ഗുണങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫേസ് വാഷൊക്കെ ആണെങ്കിലും മോക്കുരു ഒന്ന് കുറയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ ഭാവിയിൽ
ബോഡിയിൽ ഏജിങ് ഒക്കെ തടയാനുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ. പിന്നെ സ്കിന്നിൻ്റെ ഒരു ഫുഡാണ് എന്നൊക്കെ പറയാം. ഏറ്റവും കൂടുതൽ സ്കിൻ റിപ്പയർ ചെയ്ത് നല്ല ഒരു ഫിനിഷിങ് തരുന്ന, സ്കിന്ന് അടിപൊളി ലുക്കാക്കി തരുന്നത് ഈ ഒരു സെറമാണ്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് സെറവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആവശ്യം അനുസരിച്ചുള്ള സെറം മാത്രം യൂസ് ചെയ്യുക. മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ബാക്കി എന്താ ഫേസ് വാഷ് ഇതൊക്കെ എല്ലാവർക്കും വേണം. പക്ഷെ സെറം എന്ന് പറയുന്നത് ചുമ്മാ ഈ നമ്മുടെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്ത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്, അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ സെറം എന്ന് പറഞ്ഞാൽ ഒരു മരുന്നാണ്. അപ്പം നമ്മൾ ഒരു അസുഖം ഇല്ലാത്ത ഒരാൾ മരുന്ന് വാങ്ങി കഴിക്കൂലല്ലോ. അതുപോലെയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ ഉള്ളത്, സ്കിന്നിന് എന്ത് തരം പ്രോബ്ലം ആണോ ഉള്ളത്, അതിനനുസരിച്ചുള്ള സെറം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെന്താ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. പിന്നെന്താ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.